പെട്ടെന്ന് ഈ മസിലുണ്ടാവുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ മാത്രം ഇടാതെ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഫാറ്റ് ലോസ് കുറയ്ക്കുന്ന എങ്ങനെയാണെന്നും കൂടി ഉള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിടാവോ? ഓക്കെ, നൗ ലെറ്റ്സ് മേക്ക് ദാറ്റ് വീഡിയോ. കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫാറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ലോസ് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫാറ്റ് അല്ല കുറഞ്ഞു പോകുന്നത്. there is a composition between ഫാറ്റ് ആൻഡ് മസിൽസ്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫാറ്റ് ഇത്ര പെർസെൻറ്റേജ്, മസിൽസ് ഇത്ര പെർസെൻറ്റേജ്, ഈ ഒരു ബോഡി കോമ്പോസിഷൻ ഉണ്ട്. ഇത് രണ്ടും ഒരേ കണക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ഒരേ സമയം ഫാറ്റ് കോമ്പോസിഷൻ കുറച്ച് കൂടുതലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റ് അതുപോലെ നിൽക്കുകയും ചെയ്യും, നിങ്ങളുടെ മസിൽ മാസും ബാക്കിയുള്ള വാട്ടർ വെയിറ്റും കാര്യങ്ങളെല്ലാം ഡ്രോപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ ഫാറ്റ് അതുപോലെ റിട്ടൈൻ ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെ ഫാറ്റ് ലോസ് ചെയ്യേണ്ടതെന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞുതരാം. അതിനുമുമ്പ് എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കാരണം ഇതുപോലത്തെ കണ്ടൻസ് ഇനിയും വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തും വേണ്ടിയാണ് കഴിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫുഡിനകത്ത് എന്തൊക്കെ ന്യൂട്രീഷൻസാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് 3 മെക്കാനിസത്തിലാണ്. ഒന്ന്, ATP എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി വേണം, അതായത് സൂപ്പർ പവർ വേണം. ആ ടൈമിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ATP എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര ഭാരം തൂക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പോവുക, ഈ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന സാധനമാണ് ATP എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് എനർജി സോഴ്സായിട്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു 100 മീറ്റേഴ്സ് ഓടണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മസിൽ വർക്കൗട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി, അത് കുറച്ച് നേരത്തേക്കുള്ള നമ്മുടെ ബോഡി വർക്കൗട്ട്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ദോശ, ഇഡലി, റൈസ്, ചപ്പാത്തി, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഒരുപാട് നേരത്തേക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, ഒരുപാട് നേരത്തേക്ക് നടക്കുവാണ്, അല്ലെങ്കിൽ നമ്മളൊരു മാരത്തോൺ ഓടുകയാണ്, ഈ സമയത്തൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി അല്ല, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി ഫ്ലോ ആണ് വേണ്ടത്. ആ സമയത്ത് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ പട്ടിണി കിടക്കാൻ നോക്കും, ഫാസ്റ്റിങ് ചെയ്യാൻ നോക്കും, നിങ്ങൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യത്തില്ല, യൂട്യൂബിൽ അവിടെ ഇവിടെ കണ്ടുള്ള ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ആ സമയത്താണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസിനേക്കാളും നിങ്ങൾ കൂടുതൽ അസുഖങ്ങളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫാറ്റ് ലോസ് ചെയ്യുന്നത് പട്ടിണി കിടന്നിട്ടല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം കൂടുതലായിട്ട് ഈ ഒരു വിട്ട വീഡിയോക്കകത്ത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല, അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കാരണം ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു ആക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം നടക്കുക എന്നുള്ളതാണ്. കാരണം നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് ടൈമത്തേക്ക് നമുക്ക് എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് ആയിരിക്കും എനർജി സോഴ്സായിട്ട് ബോഡി യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ കഴിക്കുന്ന കാലറീസ് എത്രയാണെന്നും അതിനനുസരിച്ചുള്ള ഇൻടേക്ക് ആണോ ഉള്ളതെന്നും കുറച്ച് കാലറി ഡെഫിസിറ്റ് ആണോ എന്നും, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീനും ഫാറ്റും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫാറ്റ് ലോസ് ജേർണിക്കകത്തോട്ട് പോകാവൂ. കാരണം ന്യൂട്രീഷൻ്റെ കുറവ് കാരണം നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ വേറെ കുറേ ഉണ്ട്. അതൊന്നും ബാധിക്കാതെ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഫാറ്റ് ലോസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഫാറ്റ് ലോസ് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യുക, നടക്കുക. മിനിമം 30 to 45 മിനിറ്റ്സ് എല്ലാ ദിവസവും നടക്കുക. കുറേ ദിവസം നടക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിൽ കുറേശ്ശെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ ഫാറ്റ് ലോസിനെ കുറിച്ച് കൂടുതൽ അറിയാനും എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കേണ്ടെന്ന് അറിയാനായിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്ക്.